ഒരുപാട് സ്ത്രീകളിൽ വളരെ കോമൺ ആയി കണ്ടുവരുന്ന ഒരു സ്റ്റേറ്റാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത്. ഇതൊന്നും പണ്ട് ഒരുപാട് നമ്മൾ കേൾവിയൊന്നും അധികം ഇല്ലാത്ത ഒരു സംഭവമായിരുന്നെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒരുപാട് സ്ത്രീകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. പണ്ടൊക്കെ സ്ത്രീകളെ ഒരു പെൺകുട്ടി ഒരു വീട്ടിലുണ്ടായി കഴിയുമ്പോൾ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നത് തന്നെ എന്താണ്, വേറൊരു വീട്ടിൽ പോയി ജീവിക്കാനുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ പണികളെല്ലാം കറക്റ്റായിട്ട് ചെയ്യേണ്ട ആളാണ്, ഹസ്ബൻഡിനെ നോക്കേണ്ട ആളാണ്, കുട്ടികളെ നോക്കേണ്ട ആൾ. അപ്പോൾ ആ ഒരു നർച്ചറിങ്ങിലേക്കാണ് ഫോക്കസ് ചെയ്ത് ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വരുന്നത്. പണ്ടുള്ള കാരണവന്മാരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം പെൺകുട്ടികളുടെ ഒരു മെൻറ്റാലിറ്റിയും ഒരു കാലഘട്ടം വരെ അങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ വേറൊരു വീട്ടിൽ പോയി അവിടെ ജീവിക്കേണ്ട ആളാണ്, ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആവണം, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് ഇഷ്ടങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാൻ അഡമൻ്റ് ആവാൻ പാടില്ല. സോ മൈ ലൈഫ് ഈസ് ടു മേക്ക് സംബഡി എൽസസ് ലൈഫ് ഈസി എന്നുള്ള ഒരു ലെവലിൽ ജീവിച്ചിരുന്ന കുറേ സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം വരെ. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സ്ത്രീകൾ കുറേയും കൂടി എംപവേർഡായി, അവർ വളരെ എഡ്യൂക്കേറ്റഡായി, അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് സ്ത്രീകളിൽ വന്നു. അപ്പോൾ ഒരു മദർഹുഡ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് മെലോയിങ് തിങ് എന്നുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നൊക്കെ സ്ത്രീകൾ ഒരുപാട് മാറി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മുടെ മെൻറ്റാലിറ്റിയിലും അതായത് നമുക്ക് നമ്മുടേതായ കരിയർ സ്പേസ് വേണം, നമ്മുടെ പാഷന് നമുക്ക് ടൈം വേണം, നമുക്കായി ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഒരു സെൽഫ് കെയറിനൊരു ടൈം, എനിക്ക് എൻ്റേതായ ഒരു സമയം വേണം എന്നൊക്കെ ഓരോ സ്ത്രീയും ചിന്തിച്ച് തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കോമൺ ആകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ വളരെ എംപവേർഡായി നമ്മളുടെ കാര്യങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദ എൻറ്റയർ റുട്ടീൻ ഈസ് ചേഞ്ച്ഡ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഒരു കുട്ടിയെ ആശ്രയിച്ചിട്ടാണ് ആ അമ്മ ചെയ്യുന്നത്. അപ്പോൾ അതായത് കുഞ്ഞ് ഉറങ്ങുന്നതും കുഞ്ഞ് എഴുന്നേൽക്കുന്നതും കുഞ്ഞിനെ ഫീഡിങ്ങും ഇതൊക്കെ നോക്കിയിട്ടാണ് അവരുടെ മെയിനായിട്ട്. ഇപ്പം നമുക്കൊന്ന് എന്താ പറയുക, ഭക്ഷണം കഴിക്കണമെങ്കിലോ ബാത്റൂമിൽ പോകണമെങ്കിലോ പോലും ഇതിൻ്റെ റുട്ടീൻ അനുസരിച്ചിട്ട് ക്രമീകരിക്കുമ്പോൾ നാച്ചുറലി ആസ് എ ഹ്യൂമൻ ബീയിങ് ഒരുപാട് ഫ്രസ്ട്രേഷൻ ആ ഒരു അമ്മയിൽ ഉണ്ടാകുന്നു എന്നത് ഒരു സത്യമാണ്. നമ്മളിപ്പോൾ മദർഹുഡ് എന്ന് പറയുന്നത് വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഒരു ബേബി എന്ന് പറയുന്നത് ഒരു മദറിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു എൻറ്റയർ ഫാമിലിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ സ്ത്രീയുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛന്, അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റുള്ള മുതിർന്ന ആളുകൾക്കുമൊക്കെ അതിലൊരു വലിയ പങ്കുണ്ട്. വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. അതായത് അവൾക്ക് ഒരു കുഞ്ഞുണ്ടായി, ഒരുപാട് കാലം നോക്കിയിരുന്ന് വളരെ ആഗ്രഹിച്ചുണ്ടായൊരു കുഞ്ഞാണ്. അപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഷീസ് എ വെരി എംപവേർഡ് ലേഡി, വർക്കിംഗ് വിമൺ ആയിരുന്നു. അതിനുശേഷം റിസൈൻ ചെയ്തു, ജോബിൽ നിന്ന് റെസിഗ്നേഷൻ എടുത്ത് ദേ വെയർ ആക്ച്വലി ട്രൈയിങ് ഫോർ ദ ബേബി ആൻഡ് ഫൈനലി കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ ഇവക്കുള്ളിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് വന്നിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, ഒരുപാട് മൂഡ് സ്വിങ്സ് വരുന്നു, പെട്ടെന്ന് കരച്ചിൽ വരുന്നു, ആകെ എനിക്ക് എന്താ പറ്റിയെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസാണ് പുള്ളിക്കാരിക്ക്. സോ ഐ ആസ്ക്ഡ് ഹർ ടു ഗോ ഫോർ എ തെറപ്പി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഒരു ലക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളുടെ മുതിർന്ന ആളുകൾ, അതായത് വീട്ടിലുള്ള അമ്മമാരോ അല്ലെങ്കിൽ ആൻറ്റിമാർ, അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരുടെയൊക്കെ ചില ഡയലോഗുകളുണ്ട്. ഈ താനാണോ ഇവിടെ ലോകത്ത് ആദ്യമായിട്ട് അമ്മയാകുന്നത്, എന്തോരം സ്ത്രീകളുണ്ട്, ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് പിള്ളേരെ വളർത്തിയത് മുതലായിട്ടുള്ള കുറേ ഡയലോഗുകൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഭാഗത്തു നിന്നും കൂടെ വരും. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് വേറൊരാൾക്കൊരു കാലുവേദന വന്നു, അവർ നമ്മളോട് ഒരു കാലുവേദനയെക്കുറിച്ച് സംസാരിക്കും, എനിക്കതില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇതൊക്കെ എന്തൊരു വേഷം കെട്ടാണ്, ഇങ്ങനെയൊക്കെ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആവുന്നു, നമുക്കൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ എന്ന് പറയാൻ നിങ്ങൾക്കില്ല. ദാറ്റ് ഈസ് ഓക്കെ, ഗുഡ് ഇനഫ്. പക്ഷേ അതുകൊണ്ട് മറ്റൊരാൾക്കുണ്ടാവാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ അവരങ്ങനെ അവരുടേതായ ഒരു ബുദ്ധിമുട്ട് പറയുന്നത് അതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമാണെന്നോ അതിനർത്ഥമില്ല. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ്, ബേബി എന്ന് പറയുന്നത് ഒരു എൻറ്റയർ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു സ്ത്രീയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഒരമ്മയായി കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഈ ഒരാൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കണ്ടീഷനിങ്ങിലേക്കൊക്കെ വരുമ്പോൾ അത് അമ്മമാരുടെയും ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ആൻഡ് ഇൻ ടേൺ
അത് കുട്ടികളുടെ ഹെൽത്തിനെയും അഫക്റ്റ് ചെയ്യും. സോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനെയൊക്കെയുള്ള കേസസ് നമ്മളുടെ വീട്ടിൽ നമുക്ക് പരിചയമുള്ള ആളുകൾക്ക് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്റ്റേണൽ തെറാപ്പിക്ക് അത് ഡെഫിനറ്റ്ലി ഒരു തെറാപ്പി എടുക്കുക. അതുപോലെ തന്നെ ഫാമിലി കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിക്കഴിഞ്ഞാൽ ദ ലൈഫ് ഓഫ് ദറ്റ് ലേഡി വിൽ ബി മച്ച് ബെറ്റർ. താങ്ക് യു.